പോകുന്നത് മേക്കപ്പ് ചലഞ്ചാണ്. ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കും, അവൾ എനിക്ക് ഇട്ടുതരും. പക്ഷേ ഒരു ടെസ്റ്റ് ഉണ്ട്, ഇടാത്ത ആൾ കാണാൻ പാടില്ല. അതാണ് നമ്മളെ ഗെയിമിൻ്റെ ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഉഴമാണ്, അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പൗഡർ ഇടാം. അപ്പോൾ പൗഡർ ഇടാം. ഞാൻ ടവൽ വെച്ചിട്ടാണ് ഇടുന്നത്, ബേബി പൗഡറാണ് ഗൈസ്. അപ്പോൾ പൗഡർ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പൗഡറിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ലിബാമാണ് ഇടാൻ പോകുന്നത്. ലിബാം ഇട്ട് കൊടുക്കുക. വായൊക്കെ പൊളിച്ചിരിക്കുന്നുണ്ട്, ലിബാം ഇട്ട് കൊടുക്കണം. ഓക്കെ, പല്ലമ്മക്കാവും ഗ്യാസ്. വായ അടച്ചേക്കാൻ പറഞ്ഞതാണ് ഞാൻ. അവിടെ പല്ലൊന്നുമില്ല കേട്ടോ ഗ്യാസ്, എന്നാലും. അപ്പോൾ അടുത്ത നമ്മൾ ഇടാൻ വന്ന ഐലൈനർ. അവളെ ഫോൺ പിടിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഐലൈനറാണ് ഇടാൻ പോകുന്നത്. അവൾക്ക് ഈ സംഭവം ഒന്നും അറിയില്ല ഞാൻ ഇടണമെന്നും. ഇനി ആത്താ ഫസ്റ്റിൻ്റെ കേസ് തെറ്റി. അപ്പോൾ അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടില്ല, ഒരു കണ്ടുപിടിക്കൊണ്ട്. അപ്പോൾ വേഗം കഴിയുമ്പോഴേക്കും ഞാനല്ല ഇട്ട് കൊടുക്കുന്നത് കേസ്, നല്ലപോലെ ഞാൻ ഇട്ട് കൊടുക്കുക. അവളൊക്കെ ഇടേണ്ടത് എനിക്ക് പേടി കേട്ടോ. അപ്പോൾ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി അടുത്തത് ഐബ്രോൻ്റെ പരിപാടിയാണ്. ഫസ്റ്റ് ഞാനൊന്ന് ഷേപ്പ് ചാർപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് നമ്മൾ ഐബ്രോ വരച്ചെടുക്കുന്നത്. ഐബ്രോ ഞാൻ നല്ലപോലെ വരച്ചെടുക്കും. ദേഷ്യപ്പെട്ട പോലെയാണ് ഐബ്രോ കിള്ള്. അപ്പോൾ ഇതാണ് അവൾ കുറേ ഓരോത്തൊക്കെ കളിക്കുന്നുണ്ട്. അടുത്ത ഇതിൽ ഏത് കളർ വേണം ചോദിച്ച് ഈ ഒരു കളർ റോസ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഞാൻ കണ്ടിട്ടു. അപ്പോൾ റോസ് ഷെയ്ഡ് അവൾക്ക് നല്ല ഇഷ്ടമാണ്, അതാണ് അവൾ ആ കളർ എടുത്തത്. ഞാനത് ലൈറ്റായിട്ട് ഇടണുള്ളൂ. അവളെ ഇട്ടിട്ടാണ് പേടി. എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ഇടണമെന്നും. അപ്പോൾ അവൾ ഇട്ടേരട്ടെ, എന്തായാലും നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ അവൾ അമ്മമ്മക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ പോയ സ്ഥലത്തൊക്കെ എനിക്കറിയില്ല അത് എവിടെയൊക്കെയാണ് തുടക്കണ്ടേ. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ ഐഷാഡോ ഇടാൻ മറന്നിരുന്നേ. അപ്പോൾ നമ്മൾ ഐലൈനറിൻ്റെ മേലെ കൂടെ ഇട്ട്. പിന്നെ വേണ്ടത് നമുക്ക് ബ്ലഷാണ്. കവളത്തും കൂടി തുടുതുടു ഇരിക്കുന്നത് കവളത്തും ഇട്ട് റെഡിയാക്കി സെറ്റാക്കിയോളൂ. അടുത്ത വരുന്നത് ലിബാമാണ്, ഒരു ഡാർക്ക് കളറിലെ ലിബാമ്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ എഴുതാൻ പോകുന്നത് എനിക്ക് പേടിയാണ്. കണ്ണിൻ്റെ അടിയിലാണ്. ഞാൻ കണ്ണ് പൊത്താത്തോണ്ട് എനിക്ക് പേടിയില്ല, അതുകൊണ്ട് ഊഹമാണ്. ഫസ്റ്റ് എനിക്ക് പേടിയാണ്, അവളെയാണ് ഇടുന്നത്, അതുകൊണ്ട് പേടിക്കാൻ. ഫസ്റ്റ് അവൾ എനിക്ക് പൗഡറൊക്കെ ഇട്ടെന്ന് നല്ലപോലെ ഇട്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ ഫോൺ പിടിച്ചിട്ടുണ്ട് ബാക്കിൽ, ബാക്ക് ക്യാമറ ആയതുകൊണ്ട് എനിക്ക് കാണില്ല, ഫോൺ ബാക്ക് കാണുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ പൗഡർ നമ്മൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഞാൻ ഇട്ട പോലെ തന്നെ ലിബാം അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടാൻ പോകുന്നത് ഐലൈനർ പേടിയാണ്. ഇതാണ് അവിടെ ഇന്നെ തെറ്റിക്കാന്ന് തോന്നുന്നില്ല, എനിക്കറിയില്ല എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അവളാണ് ഇടാൻ പോകുന്നത്. അയ്യോ, വാലൊക്കെ കാട്ടി വെച്ചത് കണ്ടാലും മതി ഗൈസ്. എനിക്ക് ഓർമ്മ വരുന്നത് ടീം തേജാതാങ്കും ചെയ്തതാണ് ഓർമ്മ വരുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നീണ്ട കത്തിരിപ്പിന് ശേഷം ഞങ്ങളും ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഒക്കെ വൃത്തികേടായിക്കിട്ട് തോന്നുന്നത്, എനിക്കറിയില്ല കേട്ടോ അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്തൊക്കെ അയ്യോ, അവളെന്നെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 ഷെയ്ഡ് എടുത്ത് കേട്ടോ, ബ്രൗണും ലിപ്സ്റ്റിക്കിൽ ബ്രൗണും റോസും. അവൾ ഇട്ട് തരുന്നതാണ് എനിക്ക് പേടി. ചുണ്ടുമ്മയും മുക്കുമൊക്കെ ആക്കുമെന്നാണ്, അല്ല മുക്കുമ്മയും കവളത്തൊക്കെ ആക്കുമെന്നാണ് എനിക്ക് പേടി. അയ്യോ, അവളിടാൻ പോവാണ്. അപ്പോൾ റോസ് കളർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ബ്രൗൺ ആണ്. എൻ്റെ കണ്ണ് കണ്ടാലും മതി യേസ്. അയ്യോ, എനിക്ക് പേടിയാണത്. ഇത്
എന്ത് ഗൈസ്, ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ ചുണ്ട് നോക്ക്, ഞാൻ കണ്ണാടി നോക്കിയപ്പോഴാണ് ശരിക്കും കണ്ടത്. ഇത് ഫിൽറ്റർ ആയതുകൊണ്ടാണ് ഗൈസ്, നല്ലോണ്ട്. ഇവളെ ഇട്ടത് കണ്ടാലും മതിയേ ഗൈസ്. അടുത്തത് ഐബ്രോ ആണ്. ഐബ്രോ ഫസ്റ്റ് നമ്മൾ ഷേപ്പാക്കുകയും എനിക്ക് എഴുതുന്നതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി എഴുതുന്നതാണ് എനിക്ക് ഒരു വൃത്തികെട്ട ഇഷ്ടമല്ലാത്തത്. അതാണ് എനിക്കിഷ്ടമല്ലാത്തത്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഒക്കെ കഴിച്ച്. ഗൈസ് നമ്മൾ എന്താ ഐലൈനറൊക്കെ കഴിച്ച്. അല്ല അല്ലോ ഗൈസ്, എനിക്ക് ഇതാണ് പേടി. അവളെൻ്റെ കണ്ണു കുത്തി പഠിക്കുക, അതാണ് എനിക്ക് പേടി. ഇത് അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. ഞാനിത് ഇഷ്ടമല്ല. എന്താ മാത്രമല്ല ഐബ്രോ ഞാൻ അങ്ങനെ എഴുതലില്ല. ഞാൻ ഷാർപ്പ് ചെയ്യലേ ഉള്ളൂ. ഐബ്രോ ഞാൻ അങ്ങനെ എഴുതലുമില്ല. കണ്ണിൻ്റെ അടിയിൽ തീരെ എഴുതണേ ഇഷ്ടമല്ല. ഐബ്രോ ഞാൻ പിന്നെ എഴുതും, പക്ഷെ കണ്ണിൻ്റെ അടിയിലൊക്കെ എഴുതണേ ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ എന്നോട് ഫൈനൽ നോക്കാൻ പോവാണ് ഗായ്സ്. ഓ മൈ ഗോഡ്, സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ നെട്ടി. ഫിൻലൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അവധി ഞാനല്ല ചെയ്ത് കൊടുത്തത്. അവധി ഞാനും ചെയ്ത് കൊടുത്തതുകൊണ്ട് നല്ല രസമുണ്ട്. എൻ്റെത് കണ്ടാലും മതി ഗൈസ്. എൻ്റെ ചുണ്ടൊക്കെ നോക്കി ഗൈസ്. എന്നാലും ഇത്രയും ഡാർക്കായിട്ട് ഞാൻ ഇട്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ. നല്ല ഡാർക്കായിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഫിൽറ്റർ ആയതുകൊണ്ടാണ്. ഫൈനലി നല്ല ഡാർക്ക്. കഴുകിയൊക്കെ വന്ന്